ഈ ബന്ധുക്കളുടെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് അത്ര മോശക്കാരനൊന്നുമല്ല. അദ്ദേഹവും തൻ്റെ മരുമകൻ്റെ പിതാവിനെ ഒരു വലിയ സുപ്രധാന പദവിയിൽ അടുത്ത പ്രസിഡന്റായി ചുമതലയേറ്റ ഉടനെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ മരുമകനായ ജാരദ് കഷ്ണറുടെ അച്ഛൻ ചാൾസ് കഷ്ണറെ ഫ്രാൻസിലെ US സ്ഥാനപതിയായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അതിസമ്പന്നനായ റിയൽ എസ്റ്റേറ്റ് എക്സിക്യൂട്ടീവും മുൻ അറ്റോർണിയുമാണ് ഈ ചാൾസ്. നീതി വെട്ടിപ്പ്, സാക്ഷിയെ സ്വാധീനിക്കൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിയമവിരുദ്ധമായി സംഭാവന നൽകൽ തുടങ്ങി 18 കുറ്റങ്ങൾക്ക് 2006 ഓഗസ്റ്റ് 25 വരെ 2 വർഷം ഇദ്ദേഹം ജയിലിൽ കിടന്നിട്ടുമുണ്ട്. ട്രംപിൻ്റെ ഒന്നാം ഭരണകാലത്ത് മൂത്ത മകൾ ഇവാങ്കയും ഭർത്താവ് ജാരദും ട്രംപിൻ്റെ ഉപദേശകരായിട്ടുണ്ടായിരുന്നു. അവരുടെ ഇടപെടലുകൾ പലപ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ മക്കൾ മഹാത്മ്യം ഇപ്പോൾ അമേരിക്കയിലും പച്ച പിടിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയേണ്ടത്. സ്വന്തം മകനെ ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് മാപ്പ് നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ, മകളുടെ ഭർത്താവിൻ്റെ പിതാവിനെ സുപ്രധാനമായ ഒരു രാജ്യത്തെ അംബാസഡറായി നിയമിക്കുന്ന ട്രംപ്, അതും ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിന് 2 വർഷം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയെ. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ അമേരിക്കയിലും കാര്യങ്ങൾ മാറി മറിയുകയാണോ എന്നാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു രീതിയാണെങ്കിലും അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരുപക്ഷെ പുതുമയുള്ള കാര്യങ്ങളായിട്ടായിരിക്കാം അവർക്ക് അനുഭവപ്പെടുക.